നാമം പാവനറ്റ ജീവിതത്തിൻ മാതൃകയെ കാട്ടിത്തന്ന ഭാവനാമം പുണ്യനാമം യേശുനാമം അതിശയനാമം ഏഴെനിക്കുമ്പ നാമം യേശുനാമം അതിശയനാമം ഏഴെനിക്കുമ്പ നാമം എന്നമില്ല പാവം എന്നിൽ നിന്ന് നീക്ക എന്നെ കനിഞ്ഞ നാമം എന്നമില്ല പാവം എന്നിൽ നിന്ന് നീക്ക എന്നെ കനിഞ്ഞ നാമം അന്യനൽ നാം വേലയെത്ത് എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം അന്യനൽ നാം വേലയെത്ത് എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം യേശുനാമം അതിശയനാമം ഏഴെനിക്കുമ്പ നാമം യേശുനാമം അതിശയനാമം ഏഴെനിക്കുമ്പ നാമം വാനം ഭൂമിയേവം പാതാളം വരുമ്പോൾ വാഴ്ത്തി വണങ്ങും നാമം വാനം ഭൂമിയേവം പാതാളം വരുമ്പോൾ വാഴ്ത്തി വണങ്ങും നാമം വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെയും ആയുധം വെച്ച നാമം വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെയും ആയുധം വെച്ച നാമം യേശുനാമം അതിശയനാമം ഏഴെനിക്കുമ്പ നാമം യേശുനാമം അതിശയനാമം ഏഴെനിക്കുമ്പ നാമം എല്ലാ നാമത്തിലും മേലായ നാമം രക്തജലം നൽകും നാമം എല്ലാ നാമത്തിലും മേലായ നാമം രക്തജലം നൽകും നാമം എല്ലാ മുഴങ്കാലും മടങ്ങലും ദൂരമുണ്ട് നല്ല വ്യക്തമുള്ള നാമം എല്ലാ മുഴങ്കാലും മടങ്ങലും ദൂരമുണ്ട് നല്ല വ്യക്തമുള്ള നാമം യേശുനാമം അതിശയനാമം ഏഴെനിക്കുമ്പ നാമം യേശുനാമം അതിശയനാമം ഏഴെനിക്കുമ്പ നാമം രോഗബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം രോഗബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം കോടക്കും ഉടനക്കും ദുഷ്ടരോഗികൾക്കുമേൽ വിടുതലും നൽകും നാമം കോടക്കും ഉടനക്കും ദുഷ്ടരോഗികൾക്കുമേൽ വിടുതലും നൽകും നാമം യേശുനാമം അതിശയനാമം ഏഴെനിക്കുമ്പ നാമം യേശുനാമം അതിശയനാമം ഏഴെനിക്കുമ്പ നാമം നീതിയുടെ രാജ്യഭാരമേൽപ്പാൻ പോകും മൃഗം വാഴുന്ന നാമം നീതിയുടെ രാജ്യഭാരമേൽപ്പാൻ പോകും മൃഗം വാഴുന്ന നാമം നാടുവാഴികളാം തന്റെ സിദ്ധരുമായി സിംഹാസനത്തിൽ വാഴും നാമം നാടുവാഴികളാം തന്റെ സിദ്ധരുമായി സിംഹാസനത്തിൽ വാഴും നാമം യേശുനാമം അതിശയനാമം ഏഴെനിക്കുമ്പ നാമം യേശുനാമം അതിശയനാമം
പരിസരവാസികൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്വാഗതം അർപ്പിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ അനുഗ്രഹത്തിനായിട്ട് ഒരിക്കൽ കൂടെ WMCയുടെ പ്രസിഡന്റ് സിസ്റ്റർ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പരിശുദ്ധനാ നേടുകണ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുമേനെ ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ നല്ല സമയത്തിനാ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ നാമവുമായി കർത്താവേ അടിയങ്ങൾക്ക് ഈ ദേശത്ത് കടന്നു വരുവാൻ കർത്താവെ, ഞങ്ങളുടെ നാമത്തെ ഹല്ലേലൂയ ഇവിടെ ഉയർത്തുവാൻ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തരുന്ന നല്ല ഭാഗ്യത്തിനായി, നല്ല അവസ്ഥകൾക്കായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവേ. ഇന്ന് പൽക്കാലം കർത്താവേ അങ്ങയുടെ വചനം ഇവിടെ സംസാരിക്കുമ്പോൾ, നിന്റെ മക്കൾ പാട്ട് പാടുമ്പോൾ കർത്താവെ, അത് ചിലരുടെ ഹൃദയത്തിൽ കർത്താവെ അത് രൂപാന്തരമായി തീരുവാൻ, ജീവിക്കുന്ന ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ അതവർക്കൊരു കാരണമായി തീരേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം വചനം കേൾക്കുന്ന ആരും കർത്താവെ നഷ്ടപ്പെട്ടു പോകാൻ സ്വർഗ്ഗയുടെ അക്കലെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇവിടെ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ടാക്സി ഡ്രൈവേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. പരിസരത്ത് താമസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. സത്യസുവിശേഷത്തിന്റെ വെളിച്ചം കർത്താവെ അവരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ തക്കണം കർത്താവെ. എന്ന് പൽക്കാലം ഇടയാക്കുമാറകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ വാതിൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്ന് ഞങ്ങളുടെ വചനമായിരിക്കാൻ കർത്താവെ, ഞങ്ങളുടെ വചനത്തിന്റെ നിവർത്തി കർത്താവെ ഇന്ന് പൽക്കാലം ഈ ദേശത്ത് നിറവേറേണ്ടതിനാ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൂരവേ അല്ല മരണം എന്നാർക്കറിയാം, ദേശം ഇല്ല സമയങ്ങൾ. ദൂരവേ അല്ല മരണം എന്നാർക്കറിയാം, ദേശം ഇല്ല സമയങ്ങൾ. രാജാക്കന്മാർ ധീരന്മാരായവർ, രാജാക്കന്മാർ ധീരന്മാരായവരും സാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. ധീരേ സാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. എപ്പോഴാണ് എന്റെ വരുന്നതൊക്കെന്തു കഷ്ടമേ, എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്നതൊക്കെന്തു കഷ്ടമേ. കിടക്കയിൽ വച്ചോ അയ്യോ സഹോദരത്തെ വസിച്ചിടുമ്പോഴോ, കിടക്കയിൽ വച്ചോ അയ്യോ സുധേരാവിട്ട് വസിച്ചിടുമ്പോഴോ, കാട്ടിൽ മലകളിലോടെ തെരുക്കളിലോ, കാട്ടിൽ മലകളിലോടെ തെരുക്കളിലോ കൂട്ടുകാർ ചേർന്ന് വഴിയാത്ര ചെയ്യുമ്പോഴോ, കൂട്ടുകാർ ചേർന്ന് വഴിയാത്ര ചെയ്യുമ്പോഴോ, എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്നതൊക്കെന്തു കഷ്ടമേ, എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്നതൊക്കെന്തു കഷ്ടമേ. വെള്ളത്തെ യാത്രയിൽ വച്ച് ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ, വെള്ളത്തെ യാത്രയിൽ വച്ച് ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ, പറഞ്ഞു ചിലയാപാര ചന്തയിലോ, പറഞ്ഞു ചിലയാപാര ചന്തയിലോ, കള്ള
സമയങ്ങൾ ദൂരാവേ അല്ല മരണം എന്നാർക്കറിയാൻ ലേശമില്ല സമയങ്ങൾ രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും സ്ഥിരേ സാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും തീരെ സാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും എപ്പോഴാണെന്റെ സോദര മൃത്യു വരുന്നതൊക്കെന്തു കഷ്ടമേ എപ്പോഴാണെന്റെ സോദര മൃത്യു വരുന്നതൊക്കെന്തു കഷ്ടമേ. ദേശത്തോട് ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. അതറിയിക്കുവാനായിട്ടാണ് ഞങ്ങൾ കടന്നു വന്നത്. ക്രിസ്തുവിന്റെ സുവിശേഷ സമാധാനം തരുന്ന ഒരു മാർഗമാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി പല ജീവിതം നഷ്ടപ്പെടുത്തുമ്പോൾ ഈ രാവിലെ കാലം യേശു ക്രിസ്തുവിൽ കൂടെയുള്ള ദൈവവചനം കേട്ട് മാനസാന്തരപ്പെട്ട ഒരു പുതുക്കത്തിന്റെ അനുഭവത്തിലേക്ക് വരാൻ താല്പര്യപ്പെടുകയാണ്. കരുനാഗപ്പള്ളി അസംബ്ലീസ് ഓഫ് ഗോഡ് സെക്ഷന്റെ അതേ കെയർ ഓഫ് ഇവാഞ്ചലിസം ടീം അതേ അവരുടെ കെയർ ഓഫിൽ നടത്തുന്ന ഈ മീറ്റിംഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിന്റെ ദാസൻ ഗീവർഗീസ് തോമസ് ആണ് ചവറ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ശുശ്രൂഷകനായിട്ടുള്ള അദ്ദേഹം ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. വളരെ താല്പര്യത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരത്തും ദൂരത്തും വീടുകളിലും വീടുകളിലുമായി ഞങ്ങളെ എവിടെയെങ്കിലായി ശ്രമിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഞങ്ങളുടേതായ സ്നേഹ വന്ദനങ്ങൾ. വ്യാപാരി വ്യവസായികൾ, ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ്, നല്ലവരായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. എന്തുകൊണ്ട് ഇതുപോലൊരു പ്രോഗ്രാം ഇവിടെ നടത്തുവാനായിട്ട് ഇടയായി തീർന്നുവെന്ന് പലപ്പോഴും പലർക്കും സംശയങ്ങളും പല ചിന്താഗതികളും ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഒരുപക്ഷെ സാധ്യത ഉണ്ടായിരിക്കും. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളതായ ചില കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടാൽ അത് നിങ്ങളുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി മാറുവാനായിട്ട് ഇടയായിത്തീരും. ഇന്നേക്കൊരു 25 വർഷങ്ങൾക്കകം ഞാനൊരു 4-5 വർഷം ഈ പ്രദേശത്ത് താമസിച്ച് ഇതേപോലുള്ളതായ പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അരുനെല്ലൂർ പള്ളിയുടെ അടുത്തും അതുപോലെ കുമ്പഴ മുക്കിന് അടുത്തുമായിട്ടൊക്കെ താമസിക്കുവാനായിട്ടും ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങളുടേതായ സ്നേഹിതരാണ്. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ വന്ന് അഭിസംബോധന ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇതൊരു രാഷ്ട്രീയ മത സംഘടനകളുടേതായ ഒരു പ്രോഗ്രാം അല്ല. പിന്നെ ഞങ്ങളുടേതായ ഉദ്ദേശം ഒരു ജാതിയിൽ നിന്നോ ഒരു മതത്തിൽ നിന്നോ ഒരു വ്യക്തിയെ മറ്റൊരു ജാതിയിലോ മതത്തിലോ ആക്കി തീർക്കുന്നതായ പ്രോഗ്രാമല്ല. പിന്നെ സകല മാനവജാതിയും അറിഞ്ഞിരിക്കേണ്ടതായ നിത്യമായ ഒരു സത്യമാണ്. നമുക്കറിയാം, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആധിക്യത്താൽ ഇന്നത്തെ യുവ തലമുറ നിത്യനാശത്തിലേക്ക് കൂട്ടുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഞാൻ അധികം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നേക്കാൾ അധികമായിട്ട് നിങ്ങൾക്ക് അതിൽ അറിയാമല്ലോ. അതുപോലെ വിവിധ മാധ്യമങ്ങളിലൂടെ പത്രത്തിലൂടെ നാം അത് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം, അസ്വസ്ഥതയും അസമാധാനവും കൊണ്ട് നിറഞ്ഞതായ ഒരു ലോകം. അതുപോലെ അമ്മ പെങ്ങന്മാർക്ക് റോഡിലൂടെ നടക്കുവാൻ കഴിയാത്തതായ അനുഭവം. അങ്ങനെയാണെങ്കിൽ എവിടെ നോക്കിയാലും മനുഷ്യന് അശാന്തിയും അതുപോലെ അസ്വസ്ഥതയും മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയാകുന്നു. ആ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടും ഞങ്ങൾ നടത്തുന്ന ഈ പ്രോഗ്രാം എന്തെന്ന് ചോദിച്ചാൽ ഞാനത് ആദ്യം പറയുവാനായിട്ട് ഇടയായി തീർന്നു. മനുഷ്യനൊക്കെയും ജനിക്കുമ്പോൾ നല്ലവരായിട്ടാണ് ജനിപ്പാനിടയായി തീർന്നത്. അഖിലാണ്ടങ്ങളെ മുഴുവനും സൃഷ്ടിച്ചവനായ ഒരു സർവശക്തനായ ദൈവം, കടലിലെയും കരയെയും സമുദ്രത്തെയും സൃഷ്ടിച്ചവനായ ദൈവം സൃഷ്ടിയുടെ മണിമുകുടമായി മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ ആ മനുഷ്യനെ സൃഷ്ടിച്ചത് മറ്റെല്ലാ ജീവജാലങ്ങളെയും പോലെ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീരുന്നു. ചിന്തിച്ച് പ്രവർത്തിക്കുന്നതായ ആയതുപോലെ ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ അത്യുച്ച കോടിയിൽ എത്തിച്ചേരുവാൻ കാരണം മനുഷ്യനാണ്. പ്രിയപ്പെട്ടവരെ,
ആ മനുഷ്യന്റേതായ സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു മൃഗത്തെ സൃഷ്ടിച്ചതുപോലെ ഒരു പക്ഷിയെ സൃഷ്ടിച്ചതുപോലെയല്ല മനുഷ്യനെ ദൈവം സൃഷ്ടിപ്പാനായിട്ട് ഇടയായി തീർന്നത്. ആയതുപോലെ സകല ജീവജാലങ്ങളും മരണം കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ മരണാനന്തരമായ ഒരു ജീവിതം മനുഷ്യന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങളത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് അറിയാതെ ആരും ഇടയാകരുത്, അറിയാതിരിക്കരുത് എന്ന് അഖിലാണ്ടങ്ങളുടെ ഉടയവനായിരിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെതായ നിത്യമായ കൽപ്പന ഏറ്റെടുത്തുകൊണ്ടാണ് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ ഈ പ്രദേശത്തേക്ക് കടന്നു വരുവാനിടയായി തീർന്നത്. ഞാൻ പറഞ്ഞല്ലോ, മൈദീനെ മത്തായിയാക്കുകയോ ചന്ദ്രനെ ചാക്കോയാക്കുകയല്ല ഞങ്ങളുടേതായ ഉദ്ദേശം. പിന്നെയോ സൃഷ്ടിച്ചവനായ ദൈവത്തെ മനസ്സിലാക്കി തരിക. കാരണം മനുഷ്യന്റേതായ ഇന്നത്തെ പ്രവൃത്തി നമുക്ക് മനസ്സിലാക്കുവാനിടയായി തീരുന്നത്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകശൂന്യനായി തീർന്നാൽ അവൻ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനാണ്. എന്നാൽ മനുഷ്യന്റെ ഇന്നത്തെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ മൃഗത്തെക്കാൾ കഷ്ടമായിരിക്കുന്ന അനുഭവത്തിലാണ് മനുഷ്യന്റേതായ പ്രവൃത്തി എന്ന് വാക്കും ഭാഷണവും കൂടാതെ ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ നാം കേൾപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ ഞെട്ടിപ്പിക്കുന്നതായ വാർത്തകളാണല്ലോ പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് ലോകം ഇപ്രകാരമായി തീരുവാനായിട്ട് ഇടയായി തീർന്നു? ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവത്തെ പോലെ സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യൻ എന്തുകൊണ്ട് ഇപ്രകാരമായി തീരുവാനിടയായി തീർന്നു? ലോകത്തെ അടുക്കി ഭരിച്ചുകൊണ്ട് രണ്ട് ശക്തികളാണ് ലോകത്തിൽ വാഴുവാനിടയായി തീർന്നത്. ഒന്ന് ദൈവം സത്യദൈവത്തിൻ്റെതായ ശക്തി, രണ്ടാമത് അന്ധകാരത്തിന് അല്ലെങ്കിൽ പൈശാചിക സാത്താന്യ ശക്തി എന്നൊക്കെ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. ദൈവത്തിൻ്റെതായ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചവനായ മനുഷ്യനെ ദൈവത്തിൽ തെറ്റിച്ചു. ദൈവ വഴികളിൽ നിന്ന് അവൻ തെറ്റിപ്പോകുവാനിടയായി തീർന്നു. അതിനാണ് പാപം എന്ന് പറയുവാനിടയായി തീർന്നത്. അതിന് ഗ്രീക്കിൽ ഹമാട്ടിയ എന്ന് പറയുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ ലക്ഷ്യത്തിൽ നിന്നും മനുഷ്യൻ തെറ്റിപ്പോയപ്പോൾ അവൻ പിന്നെ എല്ലാ തിന്മകളും പാപങ്ങൾ ചെയ്യുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് എല്ലാ മതങ്ങളും പാപത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. പാപിയല്ലാതില്ല ഒരു നരന് ഭൂതല എന്ന് വേദവാദം പഠിപ്പിക്കുമ്പോൾ ക്രിസ്തുമത എപ്രകാരം പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി. അതുപോലെ ഇസ്ലാം മതം പഠിപ്പിക്കുന്നു, ആ ഇബ്ലീസിന്റെ കുത്തുകൊള്ളാത്ത ഒരു വ്യക്തിയും ലോകത്തിലില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ജനിക്കുമ്പോൾ എല്ലാവരും നല്ലവരായിട്ടാണ് ജനിക്കുന്നതെങ്കിലും ജന്മാനന്തരം അവന്റേതായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അവന്റെ സാഹചര്യം അവനെ ഒരു കലാപാതകയ്ക്ക് മാറ്റുന്നു. അവൻ എല്ലാ തിന്മകളുടെയും ആ മൂർഖന്റെ ഭാഗമായി മാറുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായവൻ മാറുവാനായിട്ട് ഇടയായി തീർന്നു. ആയതുകൊണ്ടാണ് ആർഷഭാരതത്തിന്റെ മുനിമാര്യന്മാർ നൂറ്റാണ്ടുകൾക്ക് അപ്പുറമേ ഇപ്രകാരം പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. അസതോന സദ്ഗമയ എന്ന് പറഞ്ഞാൽ അസത്യത്തിൽ നിന്നും എന്നെ സത്യത്തിലേക്ക് നയിക്കുമാറാകണമേ. മൃത്യുവന അമൃതം ഗമയ, ഈ മരണത്തിൽ നിന്നും എന്നെ ജീവനിലേക്ക് നയിക്കുമാറാകണമേ എന്ന്. തമസോന ജ്യോതിർഗമയ എന്ന് പറഞ്ഞാൽ ഇരുളിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും എന്നെ പ്രകാശത്തിലേക്ക് നയിക്കണമേ എന്ന് അന്ന് മുതൽ ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടും ആ ഒരു ദൈവങ്ങൾക്കും ഒരു മതത്തിനും അതിന് മറുപടി കൊടുക്കാൻ കഴിയാതിരുന്നപ്പോൾ കാലസമ്പൂർണതയിൽ ലോകത്തെ തന്നെ രണ്ടായി ഭാഗിച്ചുകൊണ്ട് ഈ ലോകത്തിലേക്ക് ദൈവത്തിന്റെ യേശു ക്രിസ്തു കടന്നു വന്നു. അതാണ് ലോകം നമുക്കറിയാവുന്നവരെ എഴുതിയിരുന്നത്. കാലത്തെ AD എന്നും BC രണ്ടായി ഭാഗിച്ചുകൊണ്ട് ലോകത്തിന് മധ്യ കാലത്തിന് മധ്യ കടന്നു വന്നതായ യേശു ക്രിസ്തുവിന്റെ ജനനം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വെളിവായി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഇന്ന് ലോകമുണ്ടായിട്ട് കോടിക്കണക്കിന് വർഷങ്ങളായി എന്ന് ആ ശാസ്ത്രലോകം നമ്മെ അറിയിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ പഠനത്തിലൂടെ ദിനോസർ മുതലായ ജീവജാലങ്ങളുടെ ഫോസിലുകളെ കണ്ടെടുത്തിട്ട് പറഞ്ഞു ഇതിന് ഇത്ര കോടി വർഷം പഴക്കമുണ്ടെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഉഗാണ്ടയിലായാലും അമേരിക്കയിലായാലും ഗൾഫിലായാലും കേരളത്തിലായാലും നമ്മൾ പറയുന്നത് എത്രയാണ്? 2025 മെയ് മാസം 14 എന്നല്ലേ പ്രിയപ്പെട്ടവരെ പറയുവാനായിട്ട് ഇടയായി തീർന്നത്. ലോകമുണ്ടായിട്ട് 2014 വർഷമേ ആയിട്ടുള്ളൂ. ഇത് ലോകത്തിൽ എവിടെ ചെന്നതെന്ന് പറഞ്ഞാലും ഇന്നത്തെ ഡേറ്റിലല്ലേ പ്രിയപ്പെട്ടവരെ പറയുവാനിടയായി തീർന്നത്. അങ്ങനെയാണെങ്കിൽ ലോകം അംഗീകരിച്ച സകല പ്രിയപ്പെട്ടവരും അംഗീകരിച്ച ഇതിനെ അംഗീകരിക്കാത്ത പ്രിയപ്പെട്ടവരെ സമ്മതിക്കുന്ന എന്താണ്? യേശു ക്രിസ്തു രാജാവായി മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് പറന്നു വീണിട്ട് ഇന്നേക്ക് 2025 വർഷമായി തീർന്നു എന്ന് ഞാൻ വാക്കും ഭാഷണവും കൂടാതെ ഘോഷിക്കുമ്പോൾ ഇതിനെ എതിർക്കുവാനോ ഇതിനെ അല്ലെങ്കിൽ മറ്റൊരു ഡേറ്റ് സകല മതങ്ങളും രാജ്യങ്ങളും അംഗീകരിക്കുന്നതായ ഒരു
ദൈവം പിറന്നതായ ഒരു വർഷം ലോകം അംഗീകരിക്കുന്ന ഇന്ന് വരെ ഉണ്ടായിട്ടില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു മതത്തിന്റെ വ്യക്താവായിട്ടല്ല ഇവിടെ നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നത്. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ഒരു ജാതിക്ക് വേണ്ടിയല്ല, മതത്തിന് വേണ്ടിയല്ല. യേശു ക്രിസ്തു രക്ഷിക്കുവാനായിട്ട് ലോകത്തിലേക്ക് കടന്നു വന്നത് ക്രിസ്ത്യാനിയുടെ ദൈവമായിട്ടല്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ മതത്തിന്റെയോ ജാതിയുടെ ദൈവമല്ല. മനസ്സിലാക്കണം. നിങ്ങളൊരു പക്ഷെ ചിന്തിച്ചേക്കത് പെന്തക്കോസ്തുകാരുടെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സഭയുടെ പ്രോഗ്രാമാണ്, മതത്തിലേക്ക് ആളിനെ ചേർക്കാനാണെന്ന്. അത് തന്നെയാണ് ഞാൻ ആദ്യം പറയുവാനായിട്ട് ഇടയായി തീർന്നത്. യേശു ക്രിസ്തു ഒരു മതം സ്ഥാപിച്ചില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ യേശു ക്രിസ്തു ഒരു കാര്യം ഇവിടെ പറയുവാൻ ഇടയായി തീർന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ മാത്രമേ മാനവജാതിക്ക് രക്ഷയുള്ളൂ എന്ന് പറയുക മാത്രമല്ല, 30 വർഷക്കാലം താൻ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് പിറന്ന് മാതാപിതാക്കൾ കീഴടങ്ങി ജീവിച്ചു. അതിനുശേഷം 3.5 വർഷക്കാലം താൻ പാപികൾക്ക് നാമോദനം കൊടുത്ത് രോഗികളെ സൗഖ്യമാക്കി, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കി, അതുപോലെ തളർവാദ രോഗികളെ ഉയർപ്പിച്ച് മരിച്ചവരെ ഉയർപ്പിച്ചതിനു ശേഷം താൻ ഈ ലോകത്തിൽ എന്തിനു വേണ്ടി കടന്നു വന്നു. അതിനുശേഷം ഈ ലോകത്തിൽ മാനവജാതിയുടെ മുൻപാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിന്മേൽ യാഗമായി തന്റെ അവസ്ഥാനത്തുള്ള രക്തം വരെയും മാനവജാതിക്ക് വേണ്ടി ഊറ്റിക്കൊടുത്തു, മരിച്ചു, അടക്കപ്പെടുവാൻ ഇടയായി തീർന്നു. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു മരിച്ച ദൈവമല്ല, പിന്നെ ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവം, ഏകസത്യ ദൈവമായിരിക്കുന്നവൻ യേശു ക്രിസ്തു മാത്രമാണ് പ്രിയപ്പെട്ടവരെ. അവൻ ദൈവമായിരിക്കണമെങ്കിൽ അവന് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. അവൻ സർവശക്തനായിരിക്കണം, സർവവ്യാപിയായിരിക്കണം, സർവജ്ഞാനിയായിരിക്കണം. അതുകൊണ്ടാണ് പ്രകാരം ചിത്രകാരൻ അല്ലെങ്കിൽ ചരിത്രകാരൻ പാടുവാൻ ഇടയായി തീർന്നു. അഖില മകാന്മാർ അഖിലൊരു വരുവേൽ ഉറങ്ങുന്നു കല്ലറയിൽ, എന്നാൽ നമ്മുടെ യേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ ജീവിക്കാൻ ഇടയായി തീർന്നു. ആ ദൈവമാണ് പ്രിയപ്പെട്ടവരെ സത്യ ദൈവം. വിളിച്ചാൽ വിളിയേൽക്കുന്ന, ഏത് ഭാഷയിൽ ആ ദൈവത്തോട് നിലവിളിച്ചാലും കേൾക്കുന്ന ഒരേ ഒരു ദൈവം, ആ സത്യ ദൈവം, ജീവിക്കുന്ന ദൈവം യേശു ക്രിസ്തു മാത്രമാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇന്ന് നമുക്ക് കാണുവാൻ ഇടയായി തീർന്നത് ദൈവങ്ങൾ കൂടുപോലെ മുളച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇവിടെ നോക്കിയാലും മനുഷ്യ ദൈവങ്ങളും ആൾ ദൈവങ്ങളും അല്ലാത്ത ദൈവങ്ങളും അനവധി നിരവധി ഇന്നും ലക്ഷം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഉണ്ടാക്കിയതല്ല ദൈവം, പിന്നെ നമ്മെ സൃഷ്ടിച്ചവനായ ദൈവം ഏതെന്ന് മനസ്സിലാക്കി ആ ദൈവത്തെ ആരാധിക്കാനിടയായി തീരണം. അതിനുവേണ്ടിയാണ് ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയപ്പാൻ ഇടയായി തീർന്നത്. ആ ദൈവത്തിന്റെ പേരാണ് യേശു ക്രിസ്തു. ഇന്ന് ഒരുപറ്റം ചെറുപ്പക്കാർ ഇവിടെ നിൽപ്പാൻ ഇടയായി തീർന്നു. ഒരു കാലഘട്ടത്തിൽ നിങ്ങളെപ്പോലെ മദ്യത്തിനും മയക്കുമരുന്നിനും രോഗത്തിനും ഭാരത്തിനും ലോകത്തിനും ഒരു തലവേദനയായിരുന്നപ്പോൾ, ആരാലും രക്ഷപ്പെടുത്തുവാൻ കഴിയാതിരുന്നപ്പോൾ, സമൂഹത്തിനും അതുപോലെ രാഷ്ട്രീയക്കാർക്കും പോലീസിനും ഒരു തലവേദനയായിരുന്ന സ്ഥാനത്തു നിന്നും എന്തുകൊണ്ട് കുഞ്ഞാടുകളെ പോലെ ഇവിടെ വന്ന് ഈ സത്യം വിളിച്ചു പറയാൻ ഇടയായി തീർന്നു പറഞ്ഞാൽ, മനുഷ്യന് നൽകുവാൻ കഴിയാത്തത്, മതത്തിന് നൽകാൻ കഴിയാത്തത്, പണത്തിന് നൽകുവാൻ കഴിയാതെ ആ സ്വസ്ഥതയും സമാധാനവും അവർ പ്രാപിക്കാൻ ഇടയായി തീർന്നതുകൊണ്ട്, ഞങ്ങൾ അതിന്റെ വക്താക്കളായി അനുഭവിക്കുന്നുണ്ട്. ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്, ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളും പറഞ്ഞേക്കാം നിങ്ങൾക്ക് നല്ല പണമുണ്ട് അല്ലെങ്കിൽ നല്ല പാർപ്പിടമുണ്ട് എന്ന്. എങ്കിലും ഉറങ്ങിയിട്ട് എത്രയോ നാളുകളായി പ്രിയപ്പെട്ടവരെ, ഉറക്കമുള്ള കഴിച്ചിട്ട് ഉറങ്ങാത്ത അവസ്ഥയല്ലേ, സ്വസ്ഥതയോടെ സമാധാനത്തോടെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത അനുഭവമല്ലേ. എന്നാൽ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരോട് ഓർമ്മിപ്പിക്കട്ടെ, യേശു ക്രിസ്തു ഇപ്രകാരം പറയുവാൻ ഇടയായി തീർന്നു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല എന്ന്. അങ്ങനെയാണെങ്കിൽ രോഗികളായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ, സമാധാനമില്ലാത്ത പ്രിയപ്പെട്ടവർ, അസ്വസ്ഥകളാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നാൽ ഞങ്ങൾ ആ മാർഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഉപദേശിക്കുക മാത്രമല്ല, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പാപമോചനവും രോഗസൗഖ്യമുണ്ട്. അത് അന്ന് മുതൽ ഇന്ന് വരെയും പ്രസംഗിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ആയതുകൊണ്ട് ഈ നാമത്തിന് മാത്രമേ, ഈ മാർഗത്തിന് മാത്രമേ രോഗികളെ സൗഖ്യമാക്കുവാൻ, ആ നരഭോജികളെ നരസ്നേഹികളാക്കുവാൻ ഇന്നും ആ നാമം ലോകത്തിലെല്ലായിടവും പ്രഘോഷിക്കപ്പെടുന്നു. ഇന്നും ആ നാമം അന്തരീക്ഷ മണ്ഡലങ്ങൾ ഇപ്രകാരം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നവരും ആയില്ലേരെ, സകല ഭൂസ്വവാസികളും ആയില്ലേരെ, എങ്കിലേക്ക് നോക്കി രക്ഷപ്പെട്ടുകൊള്ളി, ഞാനല്ലാതെ രക്ഷിപ്പാൻ ഒരു ദൈവമില്ല എന്ന് മാറ്റൊള്ളികൊള്ളുന്ന
ആ ശബ്ദം ഇന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ആയതുകൊണ്ട് നിങ്ങൾ തള്ളിക്കളയരുത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുവാൻ ഇടയായി തീർന്നത്. ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ഈ രക്ഷ എങ്ങനെ പ്രാപിപ്പാൻ കഴിയും? മലകൾ കയറിയാൽ കിട്ടുകയില്ല, തിരികെത്തിച്ചാൽ കിട്ടുകയില്ല, വെടിവെട്ടിച്ചാൽ കിട്ടുകയില്ല, നേർച്ച കാഴ്ചകളാൽ സാധ്യമായി തീരുകയല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണല്ലോ മനുഷ്യൻ മാറി മാറി പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇടയായി തീർന്നു. സൂര്യനെ സൃഷ്ടിച്ച ദൈവത്തിന് ഒരു തിരിയുടെ പ്രകാശം ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ. ഇനിയിപ്പോ മഴക്കാലം വരികയാണ്. നല്ലൊരു ഇടിവെട്ടിയാൽ നമ്മളെല്ലാവരും ഞെട്ടിപ്പോകുവാൻ ഇടയായി തീരും. നമ്മുടെ ഇലക്ട്രിക് ഉപകരണങ്ങളെല്ലാം വീസ് എല്ലാം മാറ്റി അല്ലെങ്കിൽ അതിൽ സ്വിച്ച് ഓഫ് ചെയ്ത് നമ്മൾ സുരക്ഷിതരായി മാറുവാൻ ഇടയായിത്തീരുന്നു. അങ്ങനെയാണെങ്കിൽ നിന്റെ 100 രൂപയുടെ ആ ഒരു വെടിയുടെ ആവശ്യം ആ സർവ്വലോകവും സൃഷ്ടിച്ച ദൈവത്തിന് ആവശ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. നിന്നെ വേണമല്ല, നേർച്ച കാഴ്ചകളല്ല, നിന്നെയാണ് ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത്. ആയതുകൊണ്ടാണ് പറയുവാൻ ഇടയായിത്തീരുന്നത്, ഞാൻ നിന്റെ ഹൃദയത്തിന്റെ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും ഈ ശബ്ദം കേട്ട് ആ ഹൃദയത്തിന്റെ വാതിൽ തുറന്നാൽ ആ ഹൃദയത്തിലേക്ക് ദൈവം കടന്നു വരുവാൻ ഇടയായിത്തീരും. ഒരമ്പലത്തിലെ പള്ളിയിലോ മോസ്കിലോ അല്ല ദൈവം വസിപ്പാൻ ഇടയായിത്തീർന്നത്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ആയതുകൊണ്ട് ദൈവത്തിൻ്റെതായ ആ മന്ദിരമാകുന്ന മനുഷ്യന് ആ മനുഷ്യ ശരീരത്തിൽ മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചുകൊണ്ട് നാം താത്വന്നികളായി ജീവിച്ചാൽ ദൈവോധനമാകുന്ന വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, സകല അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും ഈ സത്യസുവിശേഷം അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ ജീവിക്കുന്നവർക്കും നിത്യമായ ന്യായവിധിയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാമെന്ന് പറയാൻ സമയമില്ല എങ്കിലും ഇനി സമയം ലഭിക്കുമ്പോൾ ഞാനത് ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്കറിയാം, മനുഷ്യജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നല്ല, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജനനം വാസ്തവമായിരിക്കുന്ന പോലെ മരണവും വാസ്തവമാണ്. എന്നാൽ അത് എപ്പോൾ എവിടെ വെച്ച് ആർക്ക് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. എന്നാൽ സത്യവേദവസ്തു പ്രകാരം പഠിപ്പിക്കുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ആ മനുഷ്യർക്കായി ദൈവം നിറച്ചിരിക്കുന്നു. നമ്മൾ കുളിച്ച് കുട്ടപ്പന്മാരായി യാത്ര ചെയ്യുന്നു. മടങ്ങി വരുവാൻ ആർക്ക് പറയാൻ കഴിയും പ്രിയപ്പെട്ടവരെ? ബൈക്കിലും വാഹനങ്ങളുമായി യാത്ര ചെയ്യുന്നു. എത്ര പേർ വഴിമധ്യേ അവസാനിക്കുന്നു, എത്ര പേർ പകർച്ചവ്യാധികളാലും അതുപോലെ ആക്സിഡന്റുകളാലും പ്രകൃതിക്ഷോഭത്താലും ഈ ലോകത്തിൽ മാറ്റപ്പെടുന്നു. മരണം വിളിക്കാത്തൊരു അതിഥിയായി കടന്നു വരുമ്പോൾ മരണമേ എന്ന് മാറി നിൽക്ക്, എനിക്ക് ചില കാര്യങ്ങളോട് സാധിക്കാനുണ്ട്, ചില നാളുകളോട് ജീവിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ മരണം മാറി നിൽക്കുകയില്ല പ്രിയപ്പെട്ടവരെ. ആയതുകൊണ്ട് മരണം നിന്റെ വാതിക്കലായിരിക്കുന്നു. ഇതിലെ പോകുന്ന വിലാപയാത്ര നാളെ ആരുടേതാണെന്ന് അറിയത്തില്ല. നാളെ ആ പള്ളിയിലടിക്കുന്ന അരുമല്ലൂർ പള്ളിയിലടിക്കുന്നതായ മരണമടി ആരുടേതാണെന്ന് അറിയത്തില്ല. അതിനു മുമ്പ് ഒരു പ്രാവശ്യം കൂടെ സ്നേഹവാനായ ദൈവം, സത്യവാനായ ദൈവം നിന്റെ കടയുടെ മുൻപിൽ, നിന്റെ വീടിന്റെ മുൻപിൽ, നിന്റെ ശരീരം വന്ന് ഈ സത്യസുവിശേഷം വിളിച്ചറിയിപ്പാൻ കാരണമായി തീർന്നത് നീ ഇത് കേട്ടില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീഫയിൽ തള്ളിയിടും. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു പുസ്തകമുണ്ട്. നമുക്കറിയാം, ആധാർ കാർഡുണ്ട്, നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സംഘടനയുടെയോ സഭയുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ മനസ്സിലാക്കുക, ജീവപുസ്തകത്തിൽ പേരില്ല എങ്കിൽ നിത്യനരകമാണ് ഓഹരി. ആയതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സമയച്ചുരുക്കത്താലും ഞങ്ങൾക്ക് വേറെ വിവിധ സ്ഥലങ്ങളിൽ കടന്നു പോകേണ്ടതായിട്ടുണ്ടായതുകൊണ്ടും ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അത് ഏത് ജാതിയിലോ വർണ്ണത്തിലോ വർഗത്തിലോ പെട്ട വ്യക്തിയാണെങ്കിലും യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ അസ്വസ്ഥതയും കടഭാരവും എന്ന ദൈവം അറിയുന്നുണ്ട്. ആയതുകൊണ്ട് ഇന്ന് കാലം ഒരു പ്രാവശ്യം കൂടെ ഈ സത്യം നിങ്ങളെ കേൾപ്പിക്കുവാൻ സ്നേഹവാനായ ദൈവമാണ് മുഖാന്തരം ഒരുക്കിയത്. അതുകൊണ്ട് തള്ളിക്കളയരുത്. ഇനി ഒരു അവസരം ലഭിക്കുമോ ലഭിക്കുകയില്ലോ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ യേശുക്രിസ്തുവിന്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് നിങ്ങളുടെ പാപത്തെ ഉപേക്ഷിച്ചാൽ യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് ഈ സത്യം, ഈ നിത്യമായ രക്ഷ നിങ്ങൾക്കും പ്രാപിപ്പാൻ ഇടയായിത്തീരും. ഇതിനടുത്തായിട്ട് കോഴിക്കോട് ഞങ്ങളുടെ ഒരു പ്രവർത്തനമുണ്ട്. അതിനെക്കുറിച്ച് ഭാവ്യാസം പറയുന്നതായിരിക്കും. അവിടെ കരയുന്നാൽ കൗൺസിലിംഗോ നിങ്ങളുടെ ഏത് വിഷയത്തിനും പ്രാർത്ഥിക്കുന്നതിനും നിങ്ങളുടെ ഏത് സാഹചര്യം മാറ്റിമറിച്ച് നിങ്ങളെ ഒരു പുതു മനുഷ്യനാക്കി തീർക്കുവാൻ ആ ദൈവത്തിന് പ്ലാനുണ്ട്. അതിനായി നിങ്ങളെ തന്നെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവിടെ ചുരുക്കുന്നു. ഈ സമയം കഴിച്ച പ്രിയപ്പെട്ടവർക്ക് നന്ദി അറിയിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ദേശം കേൾക്കുവാൻ തക്കൊണ്ടിടയായി. നമ്മുടെ ജീവിതത്തിന് വ്യക്തമായ ഒരു രൂപാന്തരം വരുവാനിടയാകണം. നമ്മുടെ പഴയ പ്രവർത്തികളെല്ലാം മാറ്റി ജീവിതത്തിൽ ഒരു രൂപാന്തരം വരുവാനിടയാകണം. വ്യത്യസ്ത മനുഷ്യനായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഒരു ചെറിയ പാട്ടും കൂടെ നിങ്ങൾക്ക് ശ്രമിക്കാം.
ഇപ്പോൾ സഹോദരിമാർ ചേർന്ന് പാട്ട് പാടുന്നതായി. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഈകലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൽ ഘോരതര വിഷപ്പല്ലു തകർന്നതായി. കൊല്ലുന്ന മരണത്തിൽ ഘോരതര വിഷപ്പല്ലു തകർന്നതാകയാൽ ഇനി വെല്ലും ഭയമെന്നെ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയായി. യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയായി. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നെ ശുഭത്തെ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മന്നീരല്ലേ നിത്യവാസമെന്റെ യേശുവിൻ മുന്നിൽ മഹത്വത്തിനായി. മന്നീരല്ലേ നിത്യവാസമെന്റെ യേശുവിൻ മുന്നിൽ മഹത്വത്തിനായി. ഇനി വിണ്ണിലാവീട്ടിൽ ചെന്നെത്തുന്ന നാളുകളെന്നിൽ ഞാൻ കാത്തിടുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പാസ്റ്റർ ജോൺ നൈനാൻ മുന്നോട്ട് ഇപ്പോൾ കടന്നു വരും, പ്രാർത്ഥിക്കുന്നതായിരിക്കും. അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ കേട്ട വെളിച്ചത്തിൽ വാസ്തവമായി ദൈവത്തെ അനുസരിപ്പാൻ തക്കോണം നമ്മുടെ മനസ്സുകൾ ഒന്ന് ഒരുങ്ങട്ടെ. നിങ്ങൾക്ക് ഏതെങ്കിലും സംശയങ്ങളോ പ്രാർത്ഥനാ സഹായമോ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കോഴിവള ടൗണിൽ ആമേൻ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു പ്രവർത്തനമുണ്ട്. പാസ്റ്റർ ജോൺ മാത്യു അവിടെ ശുശ്രൂഷിക്കുന്നു. നിങ്ങൾക്ക് കടന്നു വന്ന യോഗങ്ങളിൽ സംബന്ധിക്കാം, ആരാധനയ്ക്ക് സംബന്ധിക്കാം, പ്രാർത്ഥനയിൽ വിഷയങ്ങൾ പറയാം, പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും ചെയ്യാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ പാസ്റ്റർ ജോൺ നൈനാൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായിരിക്കും. നമുക്ക് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. ഇന്ന് പകൽക്കാലം നമുക്ക് ഈ ദേശത്ത് കടന്നു വരുവാൻ, ഈ ദേശവാസികളോടൊപ്പം നമ്മുടെ കർത്താവിനെ ഉയർത്തുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇടപെട്ടല്ലോ. എല്ലാത്തിനായി നമുക്കൊരു പ്രാവശ്യം കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാമല്ലോ. സ്തോത്രം, 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 സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ ദേശത്ത് അങ്ങയുടെ കുഞ്ഞുങ്ങളാണെന്ന് ഞങ്ങൾക്ക് കടന്നു വരുവാൻ അങ്ങ് ഞങ്ങളെ ഈ ലോകത്തിൽ നിന്ന് രക്ഷിച്ചു. അങ്ങയുടെ നാമമഹത്വത്തിനായി ഞങ്ങളെ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മഹാകരുണയ്ക്കായ സ്തോത്രം. കർത്താവ്, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വന്ന് ഈ ദേശവാസികളോട്
ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ സഹോദരങ്ങളോട് കർത്താവെ അങ്ങയുടെ മാറ്റമില്ലാത്ത ഹല്ലേലൂയ തിരുവചന സത്യങ്ങൾ വിളിച്ചു പറയുവാൻ കർത്താവ് ഇടയാക്കിയ മഹാകരുണയ്ക്കായ സ്തോത്രം. നാളുകളായി ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നപ്പ ഈ ദേശത്ത് പലവിധമായ നിലയിൽ ഭാരപ്പെടുന്ന അനേക വ്യക്തി ജീവിതങ്ങളുണ്ട്. ഹല്ലേലൂയ കടഭാരത്താല് ഞെരുക്കത്താല് ബിസിനസ് ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഹല്ലേലൂയ ഞങ്ങളുടെ ഓട്ടോറിക്ഷ ഹല്ലേലൂയ സ്തോത്രം ഉടമകളെ അവരെയൊക്കെ ഉയർത്തി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവ് അവരോടൊക്കെ ദൈവത്തിന്റെ മനസ്സിൽ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ദേശത്തെ വിടുവിക്കണമേ, അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഞങ്ങളുടെ ദേശത്തെ മാനിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. ആരെങ്കിലും കർത്താവ് ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ തിരുവചനം ഞങ്ങളോട് പറഞ്ഞല്ലോ, അതിവേഗം യാത്ര ചെയ്യുന്ന വചനം അയച്ച് എന്റെ സ്വർഗത്തിലെ അപ്പത്തിന് അവർക്ക് സൗഖ്യം കൽപ്പിക്കണമേ. കടഭാരത്ത് ഞെരുങ്ങുന്നവർക്ക് ഒരു ആശ്വാസം എന്റെ കർത്താവ് കൽപ്പിക്കണമേ. ബിസിനസ്സിൽ പരാജയപ്പെടുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അവർക്ക് വേണ്ടതായ ദൈവകൃപ അവർക്ക് കൊടുക്കണമേ കർത്താവ്. അതിലെ കടഭാരത്തില് അതിലെ EMI അടയ്ക്കാനൊക്കാതെ ഭാരപ്പെടുന്നവര്, വാള കൊടുക്കാനൊക്കാതെ ഭാരപ്പെടുന്നവരെയൊക്കെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഈ ദേശത്ത് വന്നത് അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടയാക്കണമേ. ശരിക്കും ഞങ്ങളുടെ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ഒരു വല്ലാത്ത അവസ്ഥയിൽ ഞങ്ങളായിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്തോത്രം യുദ്ധത്തെ ഞങ്ങളെ സ്തോത്രം അഭിമുഖീകരിക്കുന്ന നിമിഷമാകിയാൽ എന്റെ സ്വർഗത്തിലെ ദേശത്ത് സമാധാനം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഭവനങ്ങൾ ഒഴുകുമ്പോൾ ഞങ്ങളൊക്കെ സ്തോത്രം ഞങ്ങളുടെ കാര്യങ്ങളിൽ വ്യാപകമാകുമ്പോൾ ഞങ്ങളുടെ മൂന്ന് സേനയും ഞങ്ങൾക്ക് വേണ്ടി യാചരിക്കുകയാണല്ലോ, അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എയർഫോഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആർമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നാവിക സേനയ്ക്ക് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദരങ്ങളെ കർത്താവരെ സൂക്ഷിക്കണമേ കർത്താവ്. ആർക്കും ഒരു ദോഷം ഉണ്ടാകാൻ കർത്താവ് അനുവദിക്കല്ലേ. ഞങ്ങളുടെ ദേശത്തെ കർത്താവ് അവർ കാവൽക്കാരാണല്ലോ, അവർക്ക് വേണ്ട ദൈവങ്ങളെ പറഞ്ഞേ അവർക്ക് മേലായി എന്റെ സ്വർഗത്തിലെ അപ്പച്ചനുള്ളതിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. അവരുടെ ഭവനങ്ങളെല്ലാം ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭരണാധികാരികളെ എല്ലാം ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച എല്ലാവരെയും ദൈവത്തിന്റെ മനസ്സിൽ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭാഗം ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരു ശക്തിയായി നിന്നുകൊണ്ട് ഞങ്ങൾ ദേശത്തെ വിടുവിക്കുവാൻ എന്റെ സ്വർഗത്തിലെ അപ്പച്ചനൊന്ന് ഇടയാക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിന്റെ സ്നേഹം, സമാധാനം, സന്തോഷം ഈ ദേശത്ത് അലുലിയാന്റെ കർത്താവ് ഇടയാക്കണമേ. ഞങ്ങൾ ഈ ദേശത്ത് വന്ന് കർത്താവെ പ്രാർത്ഥിക്കുന്നത് ഈ ദേശത്തിന് അനുഗ്രഹമായിരിക്കാൻ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. കർത്താവെ ഞങ്ങൾ അവിടുത്തെ സ്ഥലത്ത് കടന്നു പോകുമ്പോഴും അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടിയിരിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിച്ച് കടന്നു പോകുന്നു അല്ലെങ്കിൽ കർത്താവിന്റെ സാന്നിധ്യം കൂടിയിരിക്കണമേ. ശുശ്രൂഷ ദൈവാസമാരെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം. പാടിയ ഞങ്ങളുടെ സഹോദരിമാരെല്ലാം കർത്താവ് മാനിച്ചതിനായ സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരം നാമത്തിൽ തന്നെ കർത്താവ് പ്രാർത്ഥന സ്തോത്രം ചെയ്യാമല്ലോ. സ്തോത്രം 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സമ്മർദ്ദം കൂട്ടായ്മയും ഈ ദേശത്തിന്മേലും ഈ ദേശത്ത് വസിക്കുന്ന ജനത്തിന്മേലും കടന്നു വന്ന എല്ലാവരുടെ മേലും കർത്താവിന്റെ പരിവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.